പുതിയൊരു തലമുറ കയറി വന്നിട്ടുണ്ട് നടികളിൽ. ആ പുതിയ തലമുറ നടികളിൽ കയറി വന്നതിൽ വെച്ചിട്ട് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും വളരെ നല്ലൊരു കുട്ടിയാണ് നമ്മുടെ നിഖില വിമൽ. അത് എന്താ ഇഷ്ടം എന്ന് തോന്നണ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൽ നന്നായി അഭിനയിക്കുന്നു, നന്നായി രസകരമായി സംസാരിക്കുന്നു, പുറത്ത് ജാട കാണിക്കുന്നില്ല, ആരോട് അഹങ്കാരം കാണിക്കുന്നില്ല, ആരോട് അസൂയ കാണിക്കുന്നില്ല, കുശുമ്പ് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ വലിയ ജാടയായിട്ട് ഡ്രസ്സ് ഇടുന്നില്ല, ജാടമായിട്ട് ആടെയായിട്ട് മറ്റുള്ള ക്യാമറമാരെയോ മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ട പെരുമാറുന്നില്ല. എത്ര ഭംഗിയായിട്ട് ആൾക്കാരോട് പെരുമാറുന്നറിയാം. അതെന്താണ്, ചെറുപ്പത്തിലെ നമ്മൾ ആ ഒരു രീതിയിലാണ് ആ കുട്ടി വളർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സിനിമയിൽ വന്നപ്പോഴും അതങ്ങനെ തന്നെ. അതുകൊണ്ട് നിഖില വിമലിനെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നമില്ലാത്തൊരു നടി. നമ്മളിപ്പോൾ അതൊന്നല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ കയറി വരുന്ന നടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈ കൊറോണ കാലത്ത് ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു. കൊറോണ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ അമ്മയ്ക്കും കൊറോണ വന്നു, ചേച്ചിക്കും കൊറോണ വന്നു. ഈ കൊറോണ സമയത്ത് അച്ഛൻ മരിച്ചപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. ബന്ധുക്കാരും അടുക്കുന്നില്ല, അയൽവക്കക്കാരടുക്കുന്നില്ല. അച്ഛനെ ദഹിപ്പിക്കണം, അച്ഛനെ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യണം, ഒരാളും വരുന്നില്ല. എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും കൈമലത്തി. നിങ്ങളുടെ എല്ലാവർക്കും കൊറോണയില്ല, ഞങ്ങൾ വന്നിട്ട് ലാസ്റ്റ് എന്ത് പ്രശ്നങ്ങളാവില്ലോ എന്ന് വെച്ചാൽ എല്ലാവരും കൈമലത്തി. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആൺകുട്ടികളില്ല. എന്ത് വിഷമം അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി ആ സമയത്ത്. അമ്മയ്ക്ക് കൊറോണ, ചേച്ചിക്ക് കൊറോണ, ഈ കുട്ടിക്ക് മാത്രം കൊറോണയില്ല. അവസാനം എന്തുണ്ടായി, ആരോഗ്യ പ്രവർത്തകരായ ഒന്ന് രണ്ട് ആൾക്കാർ വന്നു, അത്യാവശ്യം അവിടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള കുറച്ച് പിള്ളേർ വന്നു. അവരൊക്കെ കൂടിയിട്ട് സഹായിച്ചിട്ട് കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് അച്ഛനെ അവിടെ ദഹിപ്പിച്ചു. നിഖിലയാണ് അച്ഛന് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വിഷമം, എത്ര ദുഃഖം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കരകയറി വന്നു. ഇപ്പോഴത് പറയുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തുള്ള വിഷമം കാണണം. അപ്പോൾ എല്ലാവരും ഉണ്ടായിട്ടും, എല്ലാവരും ഉണ്ട്, ബന്ധുക്കാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഈ ഒരു ആവശ്യം വന്നപ്പോൾ, അച്ഛൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരാൾ പോലും ഇല്ല. എല്ലാവരും കൈമലർത്തി. വിളിച്ചവർ അവരെ ആയുസിനാണ് അവർ വില കൽപ്പിച്ചത്. നിൻ്റെ അച്ഛനെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്നാൽ അവിടെ മൊത്തം കൊറോണയാണ്, ഞങ്ങൾക്കും കൊറോണ വരും, അപ്പം നീ എന്തെങ്കിലും ചെയ്യ്, ഞങ്ങൾക്ക് അറിയണ്ടെന്നാണ് പറഞ്ഞത്. ബന്ധുക്കാരുണ്ടായിട്ട് എന്താ കാര്യം, സുഹൃത്തുക്കളുണ്ടായിട്ട് എന്താ കാര്യം? അതാണ് മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചില സന്ദർഭങ്ങൾ വരും. അപ്പോഴും നമ്മൾക്ക് ഇതിന് ഗുഡ് സല്യൂട്ട് കൊടുക്കേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ ഒരു നടിയാവുക എന്ന് വെച്ചാൽ അത് അവരുടെ ജോലിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നല്ല മനുഷ്യനായിരിക്കണം, നല്ല ആൾക്കാരോട് പെരുമാറാനായിട്ട് അറിയണം. അതാണ് നിഖില വിമലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ വല്ല യൂട്യൂബേഴ്സൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അനിയന്മാരോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക, എന്താടാ, ഏതാടാ, എന്താ നീ അങ്ങനെയാണോടാ, നീ ഇങ്ങനെയാണോടാ എന്നൊക്കെ ചോദിക്കാണുമ്പോൾ ആ കുട്ടി ഒരിക്കലും അത് ഒരു നമ്മുടെ ഫാമിലി ഫ്രണ്ട് പോലെ നമുക്ക് തോന്നണത്. അതുപോലെ തന്നെ മേക്കപ്പ് ഇല്ല, വലിയ ആർഭാടമായ ഡ്രസ്സ് ഇടില്ല, എല്ലാവരും മനോഹരമായിട്ട് സംസാരിക്കും, എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീത കലാകാരിയാണ്.